ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പം തുടങ്ങാം അല്ലേ. നമ്മുടെ ആദ്യത്തെ പ്ലാന്റാണ് ചൈനീസ് എവർഗ്രീൻ അഗ്ലോണിമ. പരിചരണം ഒട്ടും ആവശ്യമില്ലാത്ത എന്നാൽ പ്ലാന്റുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടി കൂടിയാണ് അഗ്ലോണിമ. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്, പക്ഷേ ഇതിൻ്റെ ഫ്ലവറിനല്ല, ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകതയുള്ളത്. ഇതൊരു ഫോളിയേജ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകതയുള്ളത്. ഇതിൻ്റെ ലീഫിൻ്റെ ഈ പാറ്റേൺസ് ഇല്ല, ഇത് തന്നെയാണ് ഈ പ്ലാന്റിനെ മറ്റു പ്ലാന്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് കൂടിയാണ് അഗ്ലോണിമ പ്ലാന്റ്സ്. ഈ അഗ്ലോണിമ പ്ലാന്റ്സ് വരുന്നത് അരീസി എന്ന ഫാമിലിയിൽ നിന്നാണ്. പിന്നെ ഇതിൻ്റെ പല വെറൈറ്റികൾ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവേ. അടുത്തൊരു പ്ലാന്റാണ് CC പ്ലാന്റ്. കെയറിങ് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് CC പ്ലാന്റ്. ഇപ്പം പ്ലാന്റ് വളർത്താൻ താല്പര്യമുണ്ട്, എന്നാൽ കെയർ ചെയ്യാൻ ടൈമില്ല എന്നുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് CC പ്ലാന്റ്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടിയാണ്. അത്യാവശ്യം വിലയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് CC പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾ കണ്ടില്ല, നല്ല അടുക്കി വെച്ച പോലെയാണ് കാണപ്പെടുന്നത്. ഇതിക്ക് വളരെ കുറച്ച് വെള്ളം മതി, വളരെ കുറച്ച് വളം മതി. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ സമ്മർ സീസണിലാണ് ഈ ചെടി നന്നായിട്ട് വളരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് CC പ്ലാന്റ്. ഇതിൻ്റെ പറയാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഇലയിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവേ. അടുത്ത ഒരു പ്ലാന്റാണ് പെനി വോൾ. ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് വെള്ളത്തിലും മണ്ണിലും ഒരേപോലെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. നന്നായിട്ട് വെള്ളം ആവശ്യമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. ഇതിന് നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ആവശ്യം. ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്, പക്ഷേ ഫ്ലവറിനെക്കാട്ടിലും പ്രത്യേകത ഇതിൻ്റെ ലീഫുകൾക്കാണ്. ഒരു തണ്ട് ഇങ്ങനെ വന്നിട്ട് അതിൽ നിന്നാണ് ഇതിൻ്റെ ലീഫുകൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും അതുപോലെ തന്നെ വെള്ളത്തിലും കുഞ്ഞ് ചെടിച്ചട്ടികളിലൊക്കെ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകൾക്കാണ് ഇതിന് ഭംഗി. ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് വളർന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ഒരു കുട പിടിച്ചിരിക്കുന്നത് പോലെയില്ലേ. ഇതിനെ അംബ്രല്ല പിനിവട്ട് എന്നും പറയാറുണ്ട്. അടുത്തൊരു പ്ലാന്റാണ് ക്യാമഡോറിയ എലിഗൻസ്. പാർലർ പാം, ലക്കി പാം, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഇത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടിയാണ്. ഇത് അരിക്കേസിയ ഫാമിലിയിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് മറ്റു പ്ലാന്റുകൾക്ക് ഒഴിക്കുന്നത് പോലെ എല്ലാ ദിവസവും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 തവണ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൂര്യപ്രകാശമാണ് ഈ പ്ലാന്റിന് ആവശ്യം. സൂര്യപ്രകാശം ഒരുപാടായാൽ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫ് ബ്രൗൺ കളറായി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ നമ്മൾ ഔട്ട്ഡോറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിന്ന് പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ്. നമ്മൾ ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പരിചരണം വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത്. അടുത്തൊരു പ്ലാന്റാണ് ഫിലഡെൻഡ്രോൺ. ഇതിന് ധാരാളം വെറൈറ്റികളുണ്ട്. ഇത് റെഡ് എംബ്രോയിഡ് എന്ന ഒരു വെറൈറ്റിയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ഇൻഡോർ പ്ലാന്റാണ്. ഇത് ലോ ലൈറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്.
ഞാനിപ്പോൾ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്താണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പോട്ടിലും കൂടിയാണ് ഈ പ്ലാന്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർന്ന പോട്ടി മിക്സിലാണ് ഞാനിത് നട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഇതിന് നനച്ചു കൊടുക്കാം. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഓഫീസിലും വീട്ടിലും ഒക്കെ നമുക്ക് ഇൻഡോറായിട്ട് ഒരു പ്ലാന്റ് വളർത്താൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാം. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ല എളുപ്പമുള്ള 5 പ്ലാന്റ്സാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.